നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 141 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടി ഗീതയെക്കുറിച്ചിട്ടാണ്. പഞ്ചാഗ്നി എന്ന ഒറ്റ ചിത്രം മതി അവരെ ഓർമ്മിക്കാൻ. ഞാനവരെ നേരിൽ കാണുന്നതും സംസാരിക്കുന്നതും ഋതുഭേദം എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ്. വളരെ ശാന്തവും നല്ല അടക്കവും ഒതുക്കവുമുള്ള ഒരു താരം. അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ മലയാളത്തിൽ പറയുന്നതൊക്കെ എത്ര കരുത്തോടെയാണ്, അല്ലെങ്കിൽ എത്ര അറിവോടെയാണ് അതിനെ പ്രതികരിക്കുന്നത് എന്ന് ആ ഷൂട്ടിംഗ് വേളയിലാണ് ഞാൻ കണ്ടത്. പ്രഭാവർമ്മയുടെ ഋതുസംക്രമ പക്ഷിപ്പാടി എന്നുള്ള ഗാനത്തിൻ്റെ ചിത്രീകരണത്തിന് വേണ്ടി സെറ്റിൽ ട്രോളി ഷോട്ടും മറ്റുമൊക്കെ തയ്യാറാക്കുന്നതിനിടയിൽ കോവിലകത്തുള്ള ഒരു വലിയ കുളം, ആ കുളത്തിൽ നിന്നും കുളിച്ച് കയറി വരുന്ന സീനിലാണ് ആ പാട്ടിൻ്റെ തുടക്കം. എല്ലാവരും മറ്റു നടന്മാരും എല്ലാവരും ഉച്ച ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഷോട്ട് എടുക്കുന്നത്. തലമുടി തുവർത്തി അവർ മുകളിലോട്ട് നടന്നു കയറി വരുന്ന സീൻ. ഒരു ടേക്ക്, 2 ടേക്ക് ഒക്കെ കഴിഞ്ഞു. 3-ാമത്തെ ടേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് ചെന്ന് സ്വയം പരിചയപ്പെടുത്തി. എഴുത്തുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അങ്ങനെ അവരും കുറേയൊക്കെ പ്രതികരിച്ചു. എഴുത്തുകാരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് MT സാറൊക്കെ ഇവിടെ ഉണ്ടല്ലോ. മലയാള ഭാഷയുടെ സംസാര ശൈലിയിൽ ചെറിയ ചില തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും വളരെ വിനയപൂർവ്വം, വളരെ സ്നേഹപൂർവ്വം അവരെ എന്നോട് സംവേദിച്ചു. ഒരു 15 മിനിറ്റോളം സെറ്റ് അവിടെ തയ്യാറാക്കുന്ന തിരക്കിൽ ഒരുപാട് പേർ കഠിനാധ്വാനം ചെയ്യുന്നു. നട്ടുച്ചയ്ക്കാണ് ആ പാട്ട് സീൻ്റെ തുടക്കം എടുക്കുന്നത്. ട്രോളിയും ക്യാമറയും ലൈറ്റ്സും ഒക്കെ റെഡിയാക്കി അവിടെ ഇങ്ങനെ ഷൂട്ട് തുടങ്ങുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് നടന്നു പോകുന്ന ഗീത